മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഒരു കണവ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ഞാനല്ല, എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നതാണ്. തമിഴ്നാട് സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്റ്റൈലല്ല. അതിനുവേണ്ടി ഒരുപാട് സവാളയും അതുപോലെ തന്നെ ഒരുപാട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് ഒരു പാൻ എടുത്തവർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്റ്റൈലല്ലല്ലോ തമിഴ്നാട്ടിലെ സ്റ്റൈല്. അപ്പോൾ ഞാനത് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കാണിച്ചത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അവർ ഇടുന്നത് പെരിഞ്ജീരകമാണ് കേട്ടോ. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള എല്ലാം കൂടി ഇട്ട് കൊടുത്ത് വഴറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തക്കാളി എടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇടാൻ തന്നെ. അപ്പോൾ അതും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതുകൊണ്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചേർക്കുന്നതിൻ്റെ അത്രയും പൊടിയൊന്നും ഇവർ ചേർക്കുന്നില്ല. ലൈറ്റായിട്ട് ഒരു പൊടി മാത്രമേ ചേർക്കുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിപ്പൊന്നും ഇടത്തില്ല കേട്ടോ, കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവർ പറയുന്നത് എന്താ പറയുക, ഇത് കുളമ്പ് മസാല എന്ന് പറയുന്നൊരു മസാല. അതായത് ഇവർ വീട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാക്കി വെക്കും. ഇത് എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് വെച്ചാൽ പച്ച മല്ലി, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകും ബിരിയാണി മുളകും, പിന്നെ അതുപോലെ തന്നെ വേറെ പെരുംജീരകവും ചെറിയ ജീരകം എല്ലാം കൂടെ പൊടിച്ച് അവരൊരു ടിന്നിനകത്താക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഏത് കറി വെച്ചാലും ഇവർ ഈ മസാലയാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇടാറില്ല. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല മാത്രമാണ് ഇവർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ്, ഒരു ഡിഫറൻസ് ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കും. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കും. ഇതാണ് കണവ റോസ്റ്റ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്